നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യൻ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസിക്കും. നമ്മുടെ എക്സൈസ് വകുപ്പിൻ്റെ ഒരു ഓർഡിനൻസ്, ഒരു അറിയിപ്പ് കണ്ടതായിട്ട് മനസ്സിലാകും. അത് വാടകയ്ക്കെടുത്ത വീട്ടിൽ ലഹരി പോലുള്ള വസ്തുക്കൾ പിടിച്ചാൽ അത് ഉടമയും പ്രതിയാകുമെന്ന്. എൻ്റെ പൊന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ, സർക്കാർ എന്തൊരു വിഡ്ഢിത്തമാണ് ചില സന്ദർഭങ്ങൾ ചില കോടതികളും ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാരും സർക്കാരും കാണിക്കുന്നത്. ഞാൻ ഈ ലാൻഡ് ബ്രോക്കേഴ്സ് യൂണിയൻ എന്നൊരു സംഘടനയുണ്ട്, അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഇപ്പോഴും. 20 ലക്ഷത്തോളം പേര് അതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ അവരിൽ 90% പേര് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടക്കുന്നില്ല. അതിന് പല കാരണങ്ങളാണ്, അതൊന്നും കൂടെ വിഷയമല്ല. ഒരു വാടകയ്ക്കൊരു വീട് കൊടുത്താൽ അതിൻ്റെ ഗേറ്റ് മുതൽ ആ പറമ്പിലേക്ക് കടക്കാനുള്ള അവകാശം വാടകക്കാരനാണ്, മുതലാളിക്കല്ല, സ്ഥല ഉടമയ്ക്കല്ല. ഞാൻ വീട് മാത്രമേ കൊടുത്തുള്ളൂ, വീടും പറമ്പൊക്കെ എൻ്റെയാണ്, അതുകൊണ്ട് എനിക്ക് അവിടെ പ്രവേശിക്കാം എന്നുള്ള നിയമമുണ്ടോ എനിക്കറിയില്ല. വേൾഡ് ലോ ആണ് ഞാൻ പറയുന്നത്, ലോക നിയമമാണ്, ലോകനീതിയാണ്. പക്ഷെ ലോകനീതി അങ്ങനെയല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ പിന്നെ വാടകയ്ക്ക് വീട് കൊടുത്ത് അവിടെ കഞ്ചാവ് പിടിച്ചാൽ വീട്ടുടമ എങ്ങനെയാവും? മറിച്ച് അതിൽ പ്രതിയാണെങ്കിൽ അത് വീട്ടുടമ മാത്രമായിരിക്കുന്നില്ല, അയൽവക്കാരൻ മതി, അയാളുടെ പങ്കുകാരനായാലും മതി. അതിന് പറയേണ്ടത് വീട്ടുടമ പ്രതിയാകുമെന്നല്ല. അതൊക്കെ ഒരു വൃത്തികെട്ട നിയമമാണ്, നിയമ തെറ്റുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, വാടക വീട് കൊടുത്ത ആൾക്ക് ഉടമസ്ഥന് ആ വീട്ടിൽ പോലും കടക്കാൻ പറ്റില്ലെങ്കിൽ അയാൾ എങ്ങനെയായാലും പ്രതിയാകും. പക്ഷെ അയാൾ പ്രതി ആണെങ്കിൽ, അയാളുടെ ഒരു പാർട്ട്ണർ ആണെങ്കിൽ അയാൾ വീട്ടുടമ എന്ന പേരിലല്ല, പാർട്ട്ണറായി എല്ലാവരും പ്രതിയാക്കാം എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? അത് പ്രത്യേകം പറയണോ? എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ മേലുദ്യോഗസ്ഥരോടും ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളോടും, ആ വകുപ്പ് ഇപ്പോൾ ആരാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? പുതിയൊരാളായിരുന്നു കേട്ടുമല്ലോ, എന്നിട്ട് കേരളത്തിലല്ല. അതാണ് അത് പറയാണ്. ഇതാണ് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും മന്ത്രിമാരുടെയൊക്കെ. ഇനി ഒരു കാര്യം പറയാം, നമ്മുടെ കോർപ്പറേഷൻ മേയർ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, മിടുക്കനാണ്, സമ്പത്താണ്, ചെറുപ്പാടൊക്കെ ശരിയാണ്. പക്ഷേ ഇന്ന് നോക്കുമ്പോഴല്ലോ സ്റ്റേഡിയത്തിലേക്ക് പോണത്ര റോഡിൽ നിന്ന് സ്റ്റേഡിയത്തിൽ പോകുന്ന റോഡിൽ ഒരു സൈഡിൽ NSS റോഡ്, മറ്റൊരു പള്ളിപ്പറമ്പ് റോഡ്, തമ്മനത്ത് നിന്ന് വയറ്റിലേക്ക് പോകുന്ന റോഡിൽ മഹാജി റോഡ്, പിന്നെ തമ്മനം പാലാട്ട് റോഡ്, പാലാട്ട് തമ്മനം വയറ്റിലെ റോഡ് നാട്ടിലാണ്. ഞങ്ങൾ പറയുന്നത് ഈ കൗൺസിലർമാർക്കും രാഷ്ട്രീയക്കാർക്കും എല്ലാം ബുദ്ധി കുറവാണ്. അവർക്ക് തന്ത്രവും പിന്നെ ഇതേ ഉള്ളൂ. ഈ ഉദ്യോഗസ്ഥന്മാരുടെ യോഗ്യതയുള്ള, പഠിച്ച് വിദ്യാഭ്യാസം കിട്ടി ഇൻ്റർവ്യൂ നടത്തി വരുന്ന ജോലിയുള്ള ആൾക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വിവരമില്ലേ? പറയണ്ടേ, ഒരു റോഡിന് 2 പേര് വരും, അതൊക്കെ ഒരു പേര് ഉണ്ടെങ്കിൽ ആ പേര് മാറ്റണം, മറ്റേ പുതിയ പേര് വയ്ക്കാം. അതുപോലെ നമ്മൾ കലൂരിൽ നിന്ന് എളമക്കരി പോകുന്ന റോഡ് എത്ര വർഷമായെന്നറിയോ, 4 വരി പതയാക്കാൻ പറഞ്ഞു. ഞങ്ങളെൻ്റെ വലുതാമതി ഇപ്പം നടക്കാൻ പോലും പറ്റില്ല. ദിവസം രാവിലെ 8 മുതൽ വൈകിട്ട് 8 വരെ നടക്കാൻ പോലും പറ്റില്ല, പിന്നെ ക്രോസിങ്ങിന്. അതുപോലെ നമ്മൾ ഇന്ന് ഞാൻ പുല്ലിപ്പടി പത്മ റോഡ്, MG റോഡ്, കേരളത്തിലെ ആദ്യത്തെ 6 വരി പാതയാണ് അംഗീകൃതമായത്. അത് തുടങ്ങിയിട്ട് എത്ര വർഷമായി? എന്താണ് അതിൻ്റെ അവസ്ഥ? ഈ PWD മന്ത്രിയും അല്ലെങ്കിൽ കേരള സർക്കാരും ഈ കോർപ്പറേഷനും എന്തിനാണ് നിങ്ങൾ വായു വലിച്ചിരിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ നിൽക്കുന്നത്? കമ്മീഷൻ വാങ്ങിക്ക് വേണ്ടി മാത്രമാണോ? പുല്ലേപ്പടി MG റോഡ് അല്ലെങ്കിൽ എന്താണ് പറഞ്ഞത്, പുല്ലേപ്പടിയിൽ നിന്ന് ബൈപ്പാസിൽ പോകുന്ന റോഡ് 6 വരി പാത കേരളത്തിൽ അംഗീകൃത ആദ്യത്തെ പാതയാണത്. അതിൽ നമ്മൾ വൈറ്റിൽ നിന്ന് ഒരു ദ്വീപുണ്ട്, സിൽവർ സാൻഡ് ഐലൻഡ്, യേശുദാസൊക്കെ പാർട്ട്ണറായിട്ടുള്ള ആദ്യത്തെ സ്വകാര്യ കോൺക്രീറ്റ് പാലം അതാണ്. അതിനുശേഷം വലുതും വന്ന്, അന്ന് BOT ഒന്നുമില്ല, വർഷം 30-40 വർഷം മുമ്പാണ് ആദ്യത്തെ സ്വകാര്യ പാലം എന്ന് പറയുന്നത്. അതുപോലെയാണ് ആദ്യത്തെ 6 വരി പാത. അതിൻ്റെ അവസ്ഥ എന്ത്? എത്ര വർഷമായി? ഒന്ന് ശ്രദ്ധിക്കാൻ പ്രത്യേകം പറയണം. നമ്മൾ വിഷയം അതല്ല,
വിഷയത്തിൽ ചില ജഡ്ജിമാരുൾപ്പെടെ റിട്ടയർഡ് ജഡ്ജിമാരൊക്കെ ഉൾപ്പെടെ കണ്ടുവരും പിടിച്ചൊക്കെ അഭിപ്രായം പറയുന്ന ഒരു രീതിയുണ്ട്. റിട്ടയർഡ് ചെയ്ത ജഡ്ജിമാര് രാഷ്ട്രീയക്കാരെ പോലെ ചന്തപ്രസംഗരെ പോലെയൊക്കെ കണ്ടിന് കേട്ടിനൊക്കെ ഉത്തരം വന്ന് ചാനലിൽ നിന്ന് പറയാന്നുള്ളത് ആ രീതി ശരിയാണോന്ന് ബഹുമാന്യായ റിട്ടയർ ചെയ്ത ജഡ്ജിമാർ സ്വയം ഒന്ന് വിലയിരുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ജഡ്ജി എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു റാങ്ക് ഉണ്ട്, അതിനൊരു സ്ഥാനമുണ്ട്. അത് എല്ലാ കാര്യങ്ങൾക്കും വന്ന് സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ ഇപ്പം ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ്, പല റിട്ടയർ ജഡ്ജിക്ക് പറയാൻ പറ്റുള്ളൂ ഒന്നുകൂടി സ്വയം വിലയിരുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. സുധാകരൻ്റെ കാര്യം, സുധാകരൻ വാദിക്കുന്നവർ ABC ചാനലിൽ കേരള കൗമുദിക്ക് ഈഴവനായ സുധാകരനെ മാറ്റിയിട്ട് ഭയങ്കര ഒരു പ്രശ്നമുണ്ട്, വലിയ സങ്കടമുണ്ട്, ദുഃഖമുണ്ട്. വെള്ളാപ്പള്ളി കാണിച്ചു കൊടുക്കാന്ന്. വെള്ളാപ്പള്ളിയിലെ കൗമുദി പത്രേ നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട 23% ഉള്ളതിൽ 90% LDF വോട്ട് ചെയ്യല്ലേ? ബാക്കി 10% നിങ്ങൾ പുറത്തുള്ളൂ. അല്ല 5% കൊള്ളും BJPക്കാണ്, ബാക്കി 5% UDF കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ സുധാകരൻ നയിക്കുന്ന സമുദായത്തിൽ നിന്ന് കിട്ടുന്ന വോട്ട് 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടാണ് UDF കിട്ടുന്നത്. മനസ്സിലാക്കണം. അതുപോലെ NSSന്റെ മുരളീധരൻ കൊടുത്തില്ല, മറ്റു കൊടുത്തില്ല, മറിച്ച് കൊടുത്തില്ല. ഇപ്പൊ തന്നെ NSS പെണുങ്ങി. NSS എൻ്റെ പൊന്ന് തിരുമേനി ഞാൻ വിളിക്കാൻ പഠിക്കുന്നത് പണ്ടൊക്കെ തിരുമാര മക്കളാണല്ലോ. എൻ്റെ പൊന്ന് സെക്രട്ടറി സാറേ, നിങ്ങളാകെ അറിയാലോ 9% കേരളത്തിലുള്ളത്. അതിൽ 60-70% വോട്ട് ഈ വരുന്ന അസംബ്ലി ഇലക്ഷനിൽ നിങ്ങൾ BJP കൊടുക്കേണ്ടി വരും. കൊടുക്കും. കഴിഞ്ഞ ഇലക്ഷനിൽ 50% കൊടുക്കും, അത് ഇപ്പോൾ 7 ആകും. ബാക്കി 2% ഉള്ളത്. ആ 2%-ൽ 1% LDF വാരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ 1% UDF ഉണ്ട്. എന്നാൽ 110 പേര് വോട്ട് ചെയ്യുമ്പോഴാണ് ഒരു 1000 വോട്ട് കിട്ടുന്നത്. കണക്കുകൾ ഉദ്ധരിക്കുകയാണ്, ഞാൻ പറയല്ല. ഇതൊന്നും ഒരു കോൺഗ്രസ്, ഒരു നേതാക്കൾ, ഒരു തെണ്ടി നേതാക്കൾ, ഞാനിപ്പോൾ തെണ്ടി നേതാക്കൾ പറയുന്നില്ല, അവർ മറ്റില്ല പറയുന്നത്. ഞങ്ങൾ കണക്കുകൾ ഉദ്ധരിക്കുകയാണ്. ഈ സുധാകരൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കാം. എന്ന് ഞാൻ TV കണ്ട കാര്യം പറഞ്ഞത്. എനിക്ക് സുധാകരനോട് യാതൊരു ഇഷ്ടവുമില്ല, ഞാൻ എൻ്റെ ശത്രുവല്ല, ഞാനിതിൽ ഒരു അറിയില്ല, നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. ഒരാൾ കയ്യിൽ പിടിച്ചാണ് സ്റ്റേജിൽ കൊണ്ടത്, മറ്റു 2 തടിവാടന്മാർ അടുത്ത് കാണാൻ വീഴെ പിടിക്കാൻ വേണ്ടി. അതേ സ്ഥാനത്ത് നിങ്ങൾ ബുദ്ധിയിട്ട് ചിന്തിക്കുക. അതേ സ്ഥാനത്ത് ഇന്ന് LDF മന്ത്രി ശിവകുമാറാന്ന് തോന്നുന്നു, ട്രിവാൻഡ്രത്തുള്ള ആള്, കൈ വിറച്ച് അവർ അതുവരെ മന്ത്രിയാണെന്നേ. മന്ത്രിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ 100 ഉദ്യോഗസ്ഥന്മാരുണ്ട്, സർക്കാർ പണം വാങ്ങിച്ച ഉപദേശമൊക്കെ ഉണ്ട്. ഇത് KPC പ്രസിഡന്റിൽ ഇന്ന് ഭരണം പിടിച്ചെടുക്കണം. LDFിൽ നിന്ന് ഭരണം കോൺഗ്രസ് മുന്നണിക്ക് പിടിച്ചെടുത്തേ തീരൂ, അല്ലെങ്കിൽ അത് വലിയ അപകടമാണ്. അങ്ങനെ വരുമ്പോൾ ഓടിപ്പോയി നടക്കേണ്ടത് ഈ 2 കൈ പിടിച്ച് 2 ആളെ മല്ലന്മാരെ പോലെ അപ്പുറത്ത് നിർത്തി വരുന്ന സുധാകരനാണോ? ഇനി സുധാകരൻ മാത്രമല്ല, ഈ സതീശോട് കാര്യം പറയണ്ട്. സതീശൻ നിങ്ങൾക്കൊന്നും പാകതയില്ല. നിങ്ങൾ കോട്ടയത്ത് എന്തോ പരിപാടി കഴിഞ്ഞിട്ട് മേക്സിന്റെ പിടിയുണ്ടാക്കിയതും പറഞ്ഞൊക്കെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കല്ലേ. അടുത്ത സുധാകരനെ മാറ്റിയൊപ്പം തന്നെ സതീശനെ മാറ്റണം. എന്നിട്ട് മിടുക്കനായി, അതിമിടുക്ക് വേണ്ട, സണ്ണി ജോസഫ് അതിമിടുക്കല്ല, അങ്ങനെ സാധാരണക്കാരാളെ പാർട്ടിയായിട്ട് ഫോളോ ചെയ്യണം. സതീശനെ മാറ്റണം. സതീഷ അവിടെ കാണിച്ചെന്ന മേക്സിന്റെ പിടിയുണ്ടാക്കിയല്ലേ എന്താ ഇപ്പൊ കൊച്ചു കുട്ടികൾ കളിപ്പാട്ട് പറഞ്ഞ പോലെ. സുധാകരൻ പറഞ്ഞ വാചകങ്ങളും അർത്ഥതലത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ എത്ര മണ്ടത്തരമാണ്. ഞാൻ RSന് ക്യാമ്പിന് സംരക്ഷണം കൊടുത്തിട്ടുണ്ട്, വേണ്ടി ഞാൻ BJPയിലേക്ക് പോകും, അതൊന്നും എന്നെ ഉപദേശിക്കാൻ പറ്റില്ല. അതൊക്കെ ഒരു ധിക്കാര ഭാഷയാണ്, അഹങ്കാര ഭാഷയാണ്, അറിവില്ലാത്ത ധിക്കാരമാണത്. അതൊന്നും KPCന് പറ്റില്ല. KPC പ്രസിഡന്റ് ഇതിൽ നമ്മുടെ രമേശ് ചെന്നിത്തല ഇരുന്ന അക്കാര്യത്തിൽ വലിയ കുഴപ്പമില്ല, മുരളിയും വലിയ കുഴപ്പമുണ്ടെങ്കില് ഉമ്മൻചാണ്ടി മിടുക്കനെ ആളക്കാര്യത്തിലൊക്കെ പുള്ളിക്ക് വളരെ ശ്രദ്ധയുള്ളൂ. അന്തോണി ഞാനൊന്നും പറയുന്നില്ല, അന്തോണിക്ക് പാർട്ടിക്കൊന്നുമില്ല. അപ്പൊ സുധാകരൻ KPC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആരോടോ KPC പ്രസിഡന്റ്? കോൺഗ്രസ്സുകാരെ മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കുന്ന ആളാണ് KPCC പ്രസിഡന്റ്. കേരളത്തിൽ മുന്നണി സമ്പ്രദായമായതുകൊണ്ട് UDFിന്റെ ചെയർമാൻ ആണ്. UDF ചെയർമാനും അണ്ടർ KPCCയുടെ കീഴിലാണ് വരുന്നത്. അപ്പോൾ
അത്രയും പക്വതയും മുഖ്യമന്ത്രിയേക്കാൾ ഉയർന്ന റാങ്കുള്ള KPC പ്രസിഡന്റ് അല്ലെങ്കിൽ UDFന്റെ ചെയർമാൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തുമാത്രം പക്വതയും പാകതയും കാണിക്കണം. ഇത് 3ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികളെല്ലാം പൂക്കളിൽ വീടിടും പോലെ മേക്ക് സെറ്റ് വിളിക്കുക. പറഞ്ഞ ഭാഷയല്ല, ഓൺ ചെയ്ത് മേക്ക് സെറ്റിൽ പറഞ്ഞല്ലേ സുധാകരൻ പറഞ്ഞൊക്കെ. സുധാകരൻ സതീഷിനെ കുറിച്ച് എന്തായിടും ഇതൊക്കെ? എന്താണ് കോൺഗ്രസ് പറ്റുന്നത്? ഇതും പഠിക്കില്ല. ഇപ്പോഴും നിങ്ങൾ പഠിക്കില്ല. തന്നെയല്ല വേറൊരു കാര്യം, നിങ്ങൾ പിണറായി വിജയൻ നിങ്ങൾ കുറ്റം വന്നിട്ടുണ്ട്. പിണറായി വിജയൻ്റെ ഒക്കെ പ്രവർത്തി നോക്ക്. മാത്യു തോമസ് ഒക്കെ ഉണ്ടല്ലോ, അമേരിക്കൻ ചാനലൊക്കെ ആരോ പറയുന്നുണ്ട്, അത് പോട്ടെ. അതൊക്കെ മുടി ചൂടാ മഞ്ഞനാണ് കേരള രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. അവരൊക്കെ പുഷ്പം പോലെ മാറ്റി നിർത്തിയില്ലേ? ഒരു അപശബ്ദം ഉണ്ടാക്കിയോ? ഇവിടെ KPCC സുധാകരൻ, പിന്നെ മുരളി, പിന്നെ മുല്ലപ്പള്ളി, പിന്നെ VM സുധീർ, ഇവരൊന്നും ഡൽഹിക്ക് വിളിച്ച് പോയില്ല എന്ന് പറഞ്ഞാൽ. ഇവിടെ നിങ്ങൾക്കൊക്കെ മരിക്കുന്ന ഒരു സ്ഥാനം വേണോ? മുല്ലപ്പള്ളിക്ക് എത്ര വയസ്സുണ്ട്? അത് വെച്ച് നോക്കുമ്പോൾ സുധാകരൻ കൊടുക്കാൻ പാടില്ല തേൻ പറഞ്ഞത്. എന്നാലും പറയാണ് എത്ര വയസ്സുണ്ട്, സുധീറിന് എത്ര വയസ്സുണ്ട്, രമേശ് എത്ര വയസ്സുണ്ട്. ഇതൊക്കെ 70-80 വയസ്സായവർക്ക് നിങ്ങൾക്ക് മരിക്കുന്ന ഒരു സ്ഥാനം വേണം. ഇപ്പം 3 സീറ്റായിട്ട് മുല്ലപ്പള്ളിക്ക് കൊടുക്കാന്ന് പറഞ്ഞാട്ട് നടത്തുന്ന വാർത്തയുണ്ട്. എന്തുമാ ശരിയല്ല, 3 സീറ്റ് പുള്ളിയുടെ കെയർ ഓഫിൽ. ഇതെന്തൊരു മരിക്കോളം വേണം, അടിച്ചു പുറത്താക്കേണ്ടത്. ഇവരൊക്കെ 60 വയസ്സ് കഴിഞ്ഞ് ഏത് വില്ലാളി വീരാണെങ്കിൽ ഏത് പാർട്ടിക്കാരെങ്കിലും അവനെല്ലാം വീട്ടിൽ പോയി ഇരിക്കാൻ പറയണം. ഒരു ടീം തോൽക്കട്ടെ, കുഴപ്പമില്ല, അത് ചെയ്യോ? ഈ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് അത് ആപേക്ഷികമാണ്. ചില കണക്കുകൾ ഒത്തു വന്നാൽ ആകും, അല്ലാതെ ആ ആപേക്ഷികം ജീവിതകാലം മുഴുവൻ ഉണ്ടാവില്ല. ഇപ്പൊ രമേശ് അന്നൊരു ചാൻസ് കിട്ടിയെങ്കിൽ മുഖ്യമന്ത്രി ഓക്കെ, അതുകൊണ്ട് പേരിൽ ഇനി മുഖ്യമന്ത്രി ആയിട്ടേ മരിക്കണമെന്ന് ചിന്തിച്ചാൽ അങ്ങനെയൊന്നും ക്ലോസ് ഇല്ലെന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. ഇന്ത്യൻ ലോയിലും ഇല്ല, വേൾഡ് ലോയിൽ പോലും ഇല്ല. ഞാൻ രാഷ്ട്രീയക്കാരാണ്, കോൺഗ്രസ്സുകാരാണ്, എനിക്ക് മരിക്കുന്ന മുമ്പായിട്ട് മുഖ്യമന്ത്രി ആകണം എന്നൊരു ക്ലോസ് ഇല്ല ഒരു ഭരണഘടനയിലും. എവരും ആഗ്രഹിക്കണം ഇപ്പോൾ മുഖ്യമന്ത്രി. അതായത് ഞാൻ ഒരിക്കൽ കൂടി ഈ വിഡ്ഢി ശിരോമണികളോട് പറയാണ്, മുഖ്യമന്ത്രി എന്ന ചില കണക്കുകൾ ഒത്തുവരുമ്പോൾ ഒരാൾ മുഖ്യമന്ത്രിയാവും. അങ്ങനെ ഒത്തുവന്നു. ഒരിക്കൽ CH മോശം മുഖ്യമന്ത്രി, അത് പാരമ്പര്യം നോക്കി അല്ലെങ്കിൽ പാർട്ടി വല്ലതും നോക്കിയിട്ടാണ് പാർട്ടി അങ്ങനെ. അപ്പോൾ ഒരു സാഹചര്യം വന്ന്, സർക്കംസ്റ്റൻസ്, ഒരു ചുറ്റുപാട് വന്നു, അങ്ങനെ വന്നു. പിന്നെ അച്യുത മേനോനെ ഡൽഹിയിൽ നിന്ന്, രാജ്യസഭ മെമ്പറെ അച്യുത മേനോൻ ഡൽഹിയിൽ നിന്ന് കേരളത്തിൽ കൊണ്ടുവന്ന് ഇവിടെ എന്ത് ചെയ്തു, രാഷ്ട്രീയ നിർത്തി, അത് മുഖ്യമന്ത്രി കൊടുക്കി. അതൊരു അവസരമായിരുന്നു, ഒരു സാധ്യത, ചാൻസ് ആയിരുന്നു. അത് എല്ലാവർക്കും എപ്പോഴും കിട്ടുന്നില്ല. അതുകൊണ്ട് ദയവീത് മുരളീധരനും സുധാകരനും പിന്നെ സതീശനും രമേശ് ചെന്നിത്തലയും ശശി തരൂരൊക്കെ ഒരു KCBയുടെ ഒരു കാര്യം മനസ്സിലാക്കണം. മുഖ്യമന്ത്രി അങ്ങനെ കിട്ടേണ്ട സാധനമില്ല. അത് സാന്ദർഭികമായിട്ട് ഒത്തു വന്നാലുള്ളൂ, അത് എല്ലാ സമയത്തും വരുന്നല്ല, അപൂർവ സമയത്ത് വരുള്ളൂ. ആ ചാൻസ് കിട്ടിയാലേ ഇപ്പം കിട്ടൂല. ഇതിപ്പോൾ അവരെല്ലാം പറയും ഞാൻ മരിക്കുന്നത് എവിടെ, എനിക്ക് മുഖ്യമന്ത്രി വേണം, ഇല്ലെങ്കിൽ ബാഡും കളയും. ഇപ്പോൾ KCB അയക്കുന്ന എനിക്ക് മുഖ്യസ്ഥാനം കിട്ടുമെങ്കിൽ കുഴപ്പമില്ല, അതല്ലെങ്കിൽ BJPയിൽ പോയിട്ട് അല്ലെങ്കിൽ LDFന് കുഴപ്പമില്ല. ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഈ നെറികെട്ട രാഷ്ട്രീയക്കാരനല്ലോ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ആണ് എല്ലാ പാർട്ടിയിലും. ഒരു കൂട്ടുകച്ചവടമാണ്. ഞാൻ ഒരിക്കൽ പറയാം, TH മുസ്തഫ, PP എസ്തോസ്, രണ്ടും മരിച്ചുപോയി. എസ്തോസ് MLA, TH മുസ്തഫ MLA. ഭാര്യമുള്ള സമയത്ത് മുസ്തഫ എന്ന് പറയും എസ്തോസ് ഒന്ന് ശ്രദ്ധിക്കും, ഒരു വിജിലൻസിന്റെ ഒരു അന്വേഷണം എന്ന് പറയും. അപ്പോൾ അറിയൂ എസ്തോസ് തിരിച്ചും പറയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല വീടുകൾ. അതുപോലെ പരസ്പര ധാരണ, അതൊക്കെ നല്ലതാണ്, ഞാൻ കുറ്റം പറയുന്നില്ല. അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഈ രാഷ്ട്രീയങ്ങൾക്ക്. അവന് കിട്ടാവുന്നതിൽ അല്ലെങ്കിൽ എതിരാളി തോൽപ്പിക്കാൻ വേണ്ടി മറ്റൊരാൾ കൂട്ടുപിടിക്കും. അങ്ങനത്തെ ഒരു നെറികെട്ട രാഷ്ട്രീയമാണ് ഇന്ത്യൻ രാഷ്ട്രീയം. ജനാധിപത്യം പറയേണ്ടെങ്കിലും ഒരു ആത്മാർത്ഥതയില്ല, ഒരു സത്യസന്ധതയില്ല. കണ്ടു മടുത്തു. ഇത്ര പ്രയാസം എന്താ? ആ പാർട്ടി മെമ്പർഷിപ്പ് വിതരണം നടത്തി, അത് ചെക്ക് ചെയ്ത് അതിൽ വോട്ടിട്ട് അതിലിട്ട് എല്ലാവരും കൂട്ടി ഇത്ര KPCC മെമ്പർമാർ ഇത്ര, അല്ലെങ്കിൽ കോൺഗ്രസ് മെമ്പർമാർ ഇത്ര. ആ മെമ്പർമാരെല്ലാം എല്ലാ മെമ്പർമാരും വോട്ട് ചെയ്യാൻ പറ്റില്ല. എല്ലാം അതുമല്ല ഭാരവാഹി നോക്കാം, KPCC മെമ്പർമാർ എത്രയുണ്ട്. തെരഞ്ഞെടുത്ത് സൂക്ഷിക്കണം, കൈമണി എടുക്കരുത്. അവരെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങൾ ആരാ പ്രസിഡന്റ് ആകണത്, ഓക്കെ ഇന്ന ആൾ വന്ന് അറിഞ്ഞിട്ട് ആയപ്പോരല്ലേ. എന്നാ ഇനി കോൺഗ്രസ് എന്നത് ചെയ്യാൻ കാരണം?
അത് LDF CPM അങ്ങനെ ഒരു പരിപാടി നടത്തി, BJP പോലും അങ്ങനെ നടത്തി, തെറ്റുകളുണ്ടെങ്കിലും. കോൺഗ്രസ് മാത്രം ഇല്ലാതെ അതാണ് കുടുംബ വാഴ്ചയുടെ ഒക്കെ കുഴപ്പമാണ്. ഒരു കുടുംബത്തിന് വാഴ്ച ഇവിടെ എല്ലാവരും വന്നറിയോ. ഞാൻ ഈ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. എനിക്ക് അത് കാലഘട്ടത്തിൻ്റെ അനിവാര്യത ആയതുകൊണ്ട് എങ്കിലും പറയാണ്. 90 വയസ്സുള്ള ഗാർഗിനെ വെച്ച് പിന്നെ 80 വയസ്സുള്ള സുധാകരൻ എന്തുകൊണ്ട് വെച്ചുകൂടാതെ ചിന്തിക്കുന്നവരുണ്ട്. ഗാർഗിക്ക് പിടിക്കുന്ന 2 ആൾ കൂടെ വേണം, ഒറ്റ നടക്കാൻ പറ്റുന്നില്ല. അത് ACC പ്രസിഡന്റ് ഇരിക്കല്ലേ, പിന്നെ എന്താണ് 2 ആൾ നടക്കുന്ന സുധാകരൻ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ശരിയല്ലേ ഇത്? ആദ്യമായിട്ട് രാഹുൽ ഗാന്ധി മാറ്റേണ്ടത് ഗാർഗിയായിരുന്നു, സുധാകരനല്ലായിരുന്നു. ഗാർഗി നല്ല ചുറിയുറുക്കുള്ള വിവരം വിവേകം പക്വതയുള്ള ഒരാൾ വഹിക്കണം. രാഹുൽ ഗാന്ധി ഒരു പരിധി ഓക്കെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി, അടുത്ത ചാൻസ് വേണ്ടി പ്രിയങ്കയെ പ്രസിഡന്റ് ആക്കി ACC പ്രസിഡന്റ് ആക്കണം. എന്നിട്ട് കളിച്ചു നോക്ക്, ദഹിക്കറിയാലോ. സാധ്യമായിട്ട് കുറവാണ്. അതിന് അവരൊന്നും രാഷ്ട്രീയമായിട്ട് പക്വതയോ അല്ലെങ്കിൽ അപാര ഒരു രാഷ്ട്രീയ എന്താ പറയുന്നതിന് പിന്നെ രാഷ്ട്രമീമാംസയൊന്നും അല്ല. രാഹുലും അല്ല, നമ്മുടെ സോണിയാഗാന്ധി വിട്ട് രാഹുലും അല്ല, പ്രിയങ്ക അല്ല. അവരൊക്കെ എന്തൊക്കെയോ ചെയ്താക്കുള്ള ആഗ്രഹം ചെയ്യുന്നുണ്ട്. അതൊന്നല്ല ഇന്ത്യൻ രാഷ്ട്രീയം. നിങ്ങൾ മനസ്സിലാക്കി, ഇന്ത്യൻ രാഷ്ട്രീയം അതല്ല. അതറിയാവുന്ന രാഷ്ട്രമീമാംസയോടോ മനഃശാസ്ത്രജ്ഞരോടോ തത്വജ്ഞാനികളോടോ ചോദിച്ച് മനസ്സിലാക്കണം. അത് ചെയ്യണം. അങ്ങനെ സന്ദർഭവശാൽ എല്ലാം ഒത്തുവന്ന് രാധാകൃഷ്ണൻ മാറ്റി മാന്യമായി സുധാകരൻ മാറ്റി മാന്യമായി സ്ഥാനം കൊടുത്തത്. എന്താണ്? വർക്കിംഗ് കമ്മിറ്റിയുടെ സ്ഥിരം ക്ഷണിതാവ്. 3 ആൾ വേണം ഡൽഹി പോണി കൂടെ പോകാൻ. ഒരാൾ ടിക്കറ്റ് എടുത്താൽ പോരാ, ആ അവസ്ഥയിലെത്തി. അത് ഞാൻ കേരളത്തിൽ അസംബ്ലി ഇലക്ഷൻ നടക്കും, ഒരു സീറ്റ് ഉറപ്പ്, പിന്നെ ഭൂരിപക്ഷം കിട്ടിയ മുഖ്യമന്ത്രി കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതൊക്കെ വലിയ ഓഫറാണ്. ആള് മുഖ്യമന്ത്രി സ്ഥാനത്ത് വരുമ്പോൾ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത്. എന്തോ ആയിട്ട് അങ്ങനെ കൊടുത്തു. അപ്പൊ എന്നിട്ട് അതിനെ ബാധിക്കുന്നവർ ചില ഉദ്ദേശം ABC ചാനൽ സുധാകരൻ BJPയിലേക്ക് അമിത്ഷായിട്ട് ഡൽഹിയിൽ ചർച്ച ചെയ്തോ ചാനൽ പറഞ്ഞു. ABC ചാനൽ പറഞ്ഞു, അത് ABC ചാനൽ സുധാകരൻ അമിത്ഷായിട്ട് സംസാരിച്ചു, BJP പോകാൻ പോകുന്നു, രമേശ് പോകാൻ പോകുന്നു, KC വേണുഗോപാൽ പോകുന്നു, പിന്നെ മുരളി പോകുന്നു, എല്ലാവരും BJP പോകുന്ന പറഞ്ഞത്. അതൊക്കെ ഒന്ന് രാഷ്ട്രീയ പേക്കോലങ്ങൾ പറയുന്നത്, പേക്കൂത്ത. അതൊക്കെ അങ്ങനെ പേടിപ്പിക്കാൻ പോകുന്നൊരു പോട്ടെ, അത് പോകാൻ ആർക്കും അവകാശമുണ്ട്. ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയാണ് BJP. അപ്പോൾ അവരിലേക്ക് ഏത് പാർട്ടിക്കും പോകാം, അവർ പരിശക്ഷ അടിക്കുകയും ചെയ്യും, ആളെല്ലാം സപ്പോർട്ടും ചെയ്യും. പോകുന്നൊരു പോട്ടെ എല്ലാം പേടിച്ച് നിർത്താൻ പറ്റുമോ? കിണ്ണത്തിൻ്റെ വക്കീൽ കടുകൂലാക്കാൻ പറ്റുമോ? പോയത് ബാക്കി മതിയല്ലോ. ഇന്നിപ്പോൾ വേറൊരു സംഭവം ഞങ്ങൾ കേട്ടില്ലേ? നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കി, രാഷ്ട്രീയക്കാർക്ക് ബോധമില്ല എന്ന് ഞാൻ പറയാൻ കാരണം രമ്യ ഹരിദാസ് അവര് ഇങ്ങനെയാണ് അവർ കേരള രാഷ്ട്രീയത്തിൽ വന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയ പാർലമെന്റിലേക്കാൾ ഇന്ത്യൻ രാഷ്ട്രീയം വന്നത്. ആരോ കെട്ടിയിറക്കിയതാണ്. അല്ല, അവർക്ക് എന്ത് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്? അതേസമയത്ത് അങ്ങനെ ഒരു ആ വിഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ആള് ബൈക്കിൽ ഒരു തെറ്റുമില്ല. അത് കുറച്ച് പക്വതയും പാകതയും പാർട്ടിയോട് കൂറുള്ള അതറിയാവുന്ന ഒരാൾ പോയിക്കട്ടെ. എത്ര പേര് വരെ ഉണ്ട്? ലക്ഷക്കണക്കുള്ളിൽ ഒരാൾ കിട്ടൂലേ? അപ്പോൾ ഇത് ആരെയൊക്കെ താല്പര്യം വെച്ചിട്ട് ആ കുട്ടിയെ ഡൽഹിയിൽ നിന്ന് ഒറ്റ ഇറക്കി ജയിച്ചു കിട്ടിക്കഴിഞ്ഞപ്പോഴോ അവർ സാജസ് കറിയക്ക് സപ്പോർട്ട് ചെയ്തു. സാജസ് കറിയ ചെയ്യുന്നത് മുസ്ലിം വിരോധി മാത്രമല്ല, സംഘപരിവാർ അനുകൂലിത മാത്രമല്ല, പൊതുവെ പലർക്കും മുഖ്യമന്ത്രിക്ക് പോലും ഇഷ്ടപ്പെടില്ലാക്കുന്ന ആളാണ്. അപ്പോൾ മുഖ്യമന്ത്രി കുറ്റം പറഞ്ഞ പേരിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥി നിലക്ക് രമ്യ ചെന്ന് സാജസ് കറി സപ്പോർട്ട് ചെയ്യണം. എൻ്റെ പൊന്നും മോളെ, രാഷ്ട്രീയം വന്ന് അങ്ങനെയല്ല. അടിയൊഴുക്ക് മനസ്സിലാക്കണം. അത് അറിവ് പോലെ തിരിച്ചറിയണം. ആ രമ്യ ഹരിദാസ്, രമ്യ പേരല്ല, തെറ്റിട്ട് ചോദിക്കട്ടെ, ആ കുട്ടി എൻ്റെ തൊഴിൽ കുട്ടിയാണ്, എൻ്റെ പേരെക്കണം കുട്ടി. പിന്നെ സാജൻ സക്രിയക്ക് ഇത് ലൈക്ക് ഇഷ്ടപ്പെടില്ലേ? 10,000 ലൈക്കാണ് അവർക്കെതിരെ വന്ന്. ഒരു 5 വോട്ട് വെച്ച് കൂട്ടി 50,000 വോട്ട് മാറിയില്ലേ? അതുകൊണ്ട് അവർ കാര്യം മനസ്സിലായി, അവരാരാണ് അവർ ഉള്ളിൽ എന്താണെന്നുള്ളത്. പള്ളിക്കാരൊക്കെ സ്പോൺസർ ചെയ്താന്നൊക്കെ ചിന്തിച്ചു ഒരു ആൾക്കാർ സാജസ്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ. അങ്ങനെ ആ കുട്ടി രക്ഷപ്പെട്ടോ? ഇനിയിപ്പോൾ അസംബ്ലി നിർത്തിയാലും രക്ഷപ്പെടുമോ? ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. 40-40% ഈ വർഗം ഉണ്ടെന്ന്, ഈ കാക്കാന്മാരുണ്ടെന്ന് കേരളത്തിൽ. അവർക്ക് വോട്ടുണ്ട്, അത് മനസ്സിലാക്കണം. വോട്ട് ലിസ്റ്റിൽ പേരുണ്ട്. അവർക്കും കൂടി തൃപ്തിപ്പെടുത്തിയാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരെയും കൂടി കണക്കിലെടുത്താൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.
അതില്ല, ഇവിടെ കോൺഗ്രസ് കാണിക്കുന്നില്ല. ഇപ്പം ഏതാണ്ട് ഞങ്ങൾ പറഞ്ഞ് പിന്നീട് എവിടെയാണ്, നിലമ്പൂരിൽ പുള്ളിക്കാരൻ്റെ മകൻ തന്നെ ആക്കാൻ തീരുമാനമായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഇന്ന് ലേറ്റസ്റ്റ് ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് കിട്ടിയ വാർത്ത. നിലമ്പൂരിൽ പുള്ളിക്കാരൻ്റെ മകനെയാണ് കൊടുക്കേണ്ടത്. അത് ജോയിക്ക് വേണമെങ്കിൽ അടുത്ത തിരുവമ്പാടിൽ അതുപോലെ ഏതെങ്കിലും മറ്റൊരു സ്ഥലത്ത് കൊടുക്കാം എന്നൊക്കെ തീരുമാനിച്ചാൽ അത് നല്ല കാര്യമാണ്, തെറ്റൊന്നുമില്ല. അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്ത് ഈ വിഭാഗത്തിന് 40% വരെ വിഭാഗത്തിന് അതിന് ആനുപാതികമായിട്ട് കൊടുക്കണം. സ്ഥാനമാന പങ്കെടുപ്പ് കൊടുക്കണം. അല്ല എന്തെങ്കിലും ഉള്ളതിൽ നല്ലൊരു ശതമാനം ലീഗിനാണ് കൊടുത്ത് ലീഗും പിന്നെ തങ്ങളുണ്ടെങ്കിൽ കുഞ്ഞാക്കണ്ടി നമ്മുടെ കൂടെ ഭരണം കിട്ടും പറയും. ബാക്കി എന്ത് 1-2 പൊടിയും കൊടുക്കും. അതൊന്നും പോരാ സഖാവേ, ഓരോ നേതാക്കളെ. ഇത് ഞങ്ങൾക്ക് ഈ ചുമരെടുത്ത് മനസ്സിലാകുന്നത്. ചിലർക്ക് ചുമരെടുത്ത് കാണുമല്ലോ, മുഖം തിരിച്ചു പോകണം. പക്ഷെ അങ്ങനെയുള്ള 1% പോലും ഇല്ല. ബാക്കി 99% പേരും ചുമരെടുത്ത് ശ്രദ്ധിക്കുന്നവരാ. അവിടെ ചുമരെടുത്ത് മനസ്സിലാക്കണം, ജനങ്ങളുടെ മാൻഡേറ്റ് മനസ്സിലാക്കണം. ഇത് ഞങ്ങളിപ്പോൾ തുറന്ന പുസ്തകമായതുകൊണ്ട് എത്ര ആൾക്കാരാണ് പറയുന്നത്. അറബിക് സർവകലാശാലയ്ക്ക് എന്ത് പറ്റി? സാമുദായികമായിട്ട് ആളോഹരിക്ക് എന്ത് പറ്റി? എവിടെയാണ് മറ്റു പോകുന്നത്? സീറ്റുള്ള പുറത്തു പോലെ അങ്ങനെ പറ്റില്ല. അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ എല്ലാ വിഭാഗങ്ങളും കൊടുക്കണം. ഇപ്പോൾ പിന്നെ രമ്യയുടെ കാര്യം പറഞ്ഞ് ഒരു തെറ്റില്ല. ആരാണ് 2% പറഞ്ഞ പട്ടികവർഗമാണ്. പട്ടികജാതി പട്ടികവർഗം, പട്ടികജാതി 10, പട്ടികവർഗം 2%. ഈ 2% മരുന്നതിൽ ഒരാൾ വളർത്തിക്കൊണ്ടതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ അത് രമ്യ ആയിരുന്നോ ആകുന്നത് അത് ചിന്തിക്കണം. അഥവാ രമ്യക്ക് ചാൻസ് കൊടുത്ത് രമ്യ വേണ്ടി ഉപയോഗിച്ചു അത് ചിന്തിക്കണം. അതിന് വേറെ പെൺകുട്ടിയിലായിരുന്നല്ലോ, അവർക്ക് എവിടെ പോയി? പിന്നെ ഇതൊക്കെ ഓരോരുത്തർ താല്പര്യം, വ്യക്തി താല്പര്യമാണെന്നേ. ഇന്ന് ഒരാൾ പറഞ്ഞ എന്താണ്, ഇന്ന് പിന്നെ പിണറായി അച്യുതാനന്ദൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഷാജഹാൻ പേര് കേട്ട മുസ്ലിമാണ്. മുസ്ലിമല്ലല്ലോ, അച്ഛൻ മുസ്ലിം, അമ്മ ഹിന്ദു, അങ്ങനെയൊക്കെ പലതുണ്ട്. ക്രിസ്ത്യൻ എന്തൊക്കെ കൺവെർട്ട്, ഒരു ഇന്റർകാസ്റ്റാണ്, അതൊക്കെ. അദ്ദേഹം പറഞ്ഞത് ഷാഫി പറമ്പിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം അസംബ്ലി ഇലക്ഷൻ, പിന്നെ 1 പ്രാവശ്യം പാർലമെന്റിലേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പുകഴ്ത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കൊടിക്കുന്ന് സുരേഷ് 8 പ്രാവശ്യം ജയിച്ചു. അപ്പോൾ അവർക്ക് അതിനേക്കാൾ കൊടുക്കണ്ടേ? ഏടോ ഷാജഹാനെ എത്ര പ്രാവശ്യം ജയിച്ചു എന്നല്ല ഞാൻ നിങ്ങളുടെ പലതും ശ്രദ്ധിക്കും. പലതും എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങളുണ്ട്. ചില സമയത്ത് നിങ്ങൾ മനസ്സിൽ കാണിക്കണം. ഈഴവര് വേണ്ടി വാദിക്കാമെന്ന് അറിയില്ല, ഇപ്പോൾ സംശയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഷാഫിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഷാഫിയുടെ പേഴ്സണൽ ലൈഫ് അന്വേഷിച്ചാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ആകെ മുസ്ലിം സ്ഥാനത്ത് കിട്ടിയിട്ട് അദ്ദേഹം അവിടെ ചെയ്ത യുക്തി പിന്നെ ദൃഢപ്രതിജ്ഞ ഇതിൽ മുസ്ലിം സമുദായത്തിൽ നല്ല വിഭാഗത്തിൽ എതിർപ്പുണ്ട്, അത് തെറ്റുണ്ട്. എങ്കിൽ നമ്മൾ വിട്ടുകളയാണ്. അപ്പോൾ 8 പ്രാവശ്യം ജയിച്ച അയോഗ്യതയാണ്. ഇപ്പോൾ ഒന്നാളുടെ കാര്യം പറഞ്ഞല്ലോ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ് 50 കൊല്ലം അസംബ്ലിയിൽ MLA ആയിട്ടിരുന്നവർക്ക് സ്വീകരണം കൊടുത്തു. ഇനി ഒരു സ്വീകരണം വെച്ച് ആ ഫ്ലെക്സിൽ ചാണകവെള്ളം ഒഴിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എവിടെയെങ്കിലും ഒരു ബോർഡ് വെച്ചാൽ 10,000 രൂപയ്ക്ക് എന്ന് ചെയ്താൽ അതിന് 20,000 രൂപ ഫ്ലെക്സ് വയ്ക്കും. അതൊന്നും വേണ്ട, നിങ്ങളുടെ വീട്ടുകൊത്തല്ല, ഇത് സർക്കാർ ഖജാതി കൊണ്ട് പണമാണ്. ഞാൻ മുസ്താഡ് ചെയ്യുമ്പോഴല്ലേ മുസ്തായുടെ കുറിച്ച് പറയാൻ വേണ്ടല്ലോ, കുന്നത്തെ ആളിൽ ടാർ ചെയ്യാത്ത ഒറ്റ റോഡുമില്ല എന്ന് പറഞ്ഞ് അത് നല്ല നേട്ടമാണല്ലോ. പക്ഷെ അപ്പോൾ എല്ലാവരും പറയും അത്രയും കൈക്കൂലി ഇട്ട് വാങ്ങിച്ചു തന്നു. അപ്പം അങ്ങനെയും പറയും 50 കൊല്ലം ഒരുത്തൻ MLA ആയിട്ട് അതേ നിന്നെങ്കിൽ ആ മറ്റുള്ള അവസ്ഥ കളയല്ലായിരുന്നോ? ഇത് ഉമ്മൻചാണ്ടി, മാണി, പിന്നെ KC ജോസഫ്, എത്ര മഹാന്മാരാണ് 5-10 ടൈം MLA ആയിരിക്കുന്നത്. അപ്പോൾ ബാക്കി ആർക്കും വേണ്ടേ? നിങ്ങൾക്ക് മാത്രം മതിയോ? രമേശ് കിട്ടിയാൽ മതിയോ? സുധാകരൻ കിട്ടിയാൽ മതിയോ? ബാക്കി കോൺഗ്രസ് ഒരു CR റഫീഖായിട്ട് വരുത്തുണ്ട്, ആത്മാർത്ഥ പണിയെടുക്കാതെ പാർട്ടിക്ക് വേണ്ടി. പക്ഷെ അവർ ശബ്ദം കേൾക്കാനുള്ള ആവശ്യം കിട്ടാനില്ല, നിർത്തി കൈ തോൽപ്പിച്ചും കളയും. ഈ കോൺഗ്രസിലുള്ള ഏറ്റവും വലിയൊരു പോരായിക ഉണ്ടല്ലോ, പല പോരായിക ഉണ്ടെങ്കിൽ ഒരു പോരായിക, അത് തിരുത്തി നിങ്ങൾ നന്നാകണം. ഇപ്പോൾ CP ജോൺ തന്നെ 2 പ്രാവശ്യമായിട്ട് ഇപ്പോൾ അസംബ്ലി മത്സരിച്ച് 2 പ്രാവശ്യം അദ്ദേഹം തോൽപ്പിച്ചു കളഞ്ഞു. കോൺഗ്രസ് ചെയ്തില്ല. കോൺഗ്രസിൽ ഒരു വിഭാഗം നേതാക്കൾ അവർ സെലിബ്രിറ്റികളും. അങ്ങനെ ആരെങ്കിലും കോൺഗ്രസ് പുതിയതായിട്ട് പാർട്ടി വന്നാൽ അവർ ജയിപ്പിച്ചിട്ടില്ല, സമ്മതിക്കില്ല, അവർക്ക് സഹിക്കാൻ പറ്റില്ല. അത് അങ്ങനെ ചെയ്യരുത്. പക്ഷെ LDFനെ സംബന്ധിച്ച് അവരങ്ങനെ ചെയ്യില്ല. ചില സന്ദർഭം നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ സോഫി ജോർജ് പോലെ
മട്ടാഞ്ചേരിയിൽ നിന്നപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് 10,000 വോട്ട് കൂടുതൽ കിട്ടി. എന്താണ് അവിടെ ശ്രീമതി ടീച്ചർക്ക് ഒരു ചാൻസ് ഉള്ളൂ ലേഡിക്ക്. അപ്പോൾ സീനിയർ ആരാണ്? ഈ ഇപ്പം ജോസഫിനാണ്. അപ്പോൾ ജോസഫിന് തോറ്റാൽ പറ്റുള്ളൂ. അങ്ങനെ ഒരു തോൽപ്പിച്ചു. അങ്ങനെയല്ലേ വരുമ്പോൾ അവർ മറ്റേ ഫോണിന് അത് 4ാമത് ജയിച്ചൊന്നും മന്ത്രിസ്ഥാനം കൊടുക്കാൻ പരിപാടിയില്ല. അങ്ങനെ ചില സ്ഥലങ്ങളിലേക്ക് ഒന്ന് ശ്രമിക്കുന്നതല്ല, മൊത്തത്തിൽ അവർ കാലുവായത് ആൾക്കാരല്ല. പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടെ. പക്ഷെ കോൺഗ്രസ് അല്ല, പുതിയൊരു പാർട്ടി വന്നാൽ ഏതേതിലും മുന്നണിയിൽ നിന്നൊരു ആർട്ട് വന്നാൽ അവൻ ജയിപ്പിക്കാൻ അവർക്ക് മനസ്സ് സമ്മതിക്കില്ലെന്നേ. ഞങ്ങൾ ഇത്ര കൊല്ലം നടത്ത് കിട്ടാതെ ഇന്നലെ ഒന്നും കയറി വരാണ് എന്ന് പറഞ്ഞ് സമ്മതിക്കുമോ? ഇതാണ് അങ്ങനെ കാലുവാലുണ്ട്. അതിപ്പോൾ ഇത് ചെയ്യരുത്. സ്ഥാനാർത്ഥി നിർണയം നടത്തുമ്പോൾ നിങ്ങൾ ശരിക്കും ആലോചിച്ചോ, ഒരു കുഴപ്പമില്ല. സ്ഥാനാർത്ഥി നിർണയം പബ്ലിക്കായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ജയിപ്പിച്ചിരിക്കേണ്ട ബാധ്യത ഓരോ കോൺഗ്രസ്സുകാരനും ഓരോ കോൺഗ്രസ് അനുഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കഥ തെറ്റും, കഥ പോകും. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഏതായാലും AICC ഒരു തീരുമാനം എടുത്ത്, ആ തീരുമാനം വലിയ തെറ്റില്ലാത്ത തീരുമാനമാണ്. ഞാൻ എന്തായാലും പുതിയ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ തമ്മിൽ അങ്ങനെയൊക്കെയാണ്. എങ്കിലും എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റുമോ? എവിടെയും കൊളിക്കാതിരിക്കാൻ പറ്റുമോ? എന്ത് ചെയ്താലും കുറ്റമാണ്. കുറേ ആൾക്കാർ ചാനലായിട്ട് ഇരിക്കുക. ഇങ്ങനെ കോൺഗ്രസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരെന്ത് ചെയ്യുന്നുണ്ട്, അത് കുറ്റം കാണാൻ പിടിക്കാനും. രാഹുൽ ഗാന്ധി കുറ്റം കാണാൻ, സോണിയാഗാന്ധി കുറ്റമാണ്. കുറ്റം പറയാൻ പാടൊന്നുമില്ല, അവരൊന്നും മനുഷ്യരാണ് കേട്ടോ. പക്ഷെ അങ്ങനെ കുറ്റത്തിന് വേണ്ടി കുറ്റം കാണരുത്, അങ്ങനെ കാണാൻ ശരിയല്ല. അത് എനിക്കിഷ്ടമല്ല. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. എന്തായാലും മുസ്ലിം ലീഗിൻ്റെ കാര്യം പറയുമ്പോൾ എന്തായാലും ചാനൽ ചർച്ചയിൽ കാര്യം തങ്ങൾ പറയുന്നതാണോ മലപ്പുറത്ത്? എടോ, തങ്ങൾ പറയുന്നതാണെങ്കിൽ അവസാനം ഇലക്ഷൻ നടത്തിയാലേ ജയിച്ചു വരുന്നത്. അല്ല തങ്ങൾ ജയിപ്പിച്ച് വീട്ടിൽ അസംബ്ലി കൊണ്ടുപോകുന്നുണ്ടോ? അതും അവർ പാർട്ടി തീരുമാനിക്കുന്നു. ഞാൻ മുസ്ലിം ലീഗിനെ പല കാര്യം എതിർക്കുന്നതാണ്. പക്ഷേ അങ്ങനെ അന്ധമായിട്ട് എതിർക്കാൻ പറ്റുമോ? ഒരുത്തൻ പറയാണ് തങ്ങളാണ് തീരുമാനിക്കുന്നത്, തങ്ങളൊരു കൊച്ചു പാകിസ്ഥാനാണ് മലപ്പുറം എന്നൊക്കെ. തങ്ങൾ തീരുമാനിച്ചാലും അവസാനം ഇലക്ഷൻ നടത്തി വോട്ടിട്ട് കൂടുതൽ വോട്ട് കിട്ടിയ ആളല്ലേ ജയിച്ചു വരുന്നത്. അപ്പോൾ കുറ്റം പറയാൻ പറ്റുമോ? അതല്ല, എന്ത് ചെയ്താലും തെറ്റ്. മുസ്ലിം ലീഗാണ് എന്ത് ചെയ്താലും തെറ്റ്, കോൺഗ്രസ് എന്ത് ചെയ്താലും തെറ്റ്. അതൊന്നും വേണ്ട, നിങ്ങൾ വിമർശിച്ചോ, അത് നമുക്ക് മനസ്സിലാവും. അത് എഴുന്നേൽക്കാൻ വേണ്ടി തുപ്പുന്നവരെയും തുപ്പാൻ വേണ്ടി എഴുന്നേൽക്കാൻ മനസ്സിലാവുമെന്ന് പ്രാസംഗികൻ പറഞ്ഞ പോലെ വിമർശിക്കാൻ വേണ്ടി വിമർശിച്ച് ഞങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ വിമർശിച്ചോ, അതിനൊരു കുഴപ്പമില്ല. ഇപ്പോൾ ഫസൽ ഗഫൂർ പലരും വിമർശിക്കാറ്, അത് ചെയ്തോ. അത് വിമർശിക്കാൻ വേണ്ടിയുള്ള വിമർശനമല്ല, അതാ ആ വിഷയത്തോട് അനുഭവിച്ച് വരുമാനം അങ്ങനെ വരണം. അത് ഞാൻ വീണ്ടും പറയണം. ഏതോ ഒരു റിട്ടയർഡ് ജഡ്ജി തൊട്ടേനം പിടിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പുള്ളി ദിവസം ബന്ധു പരസ്യമായിട്ട് അഭിപ്രായം പറയാണ്. അത് നമുക്കൊരു ജഡ്ജി നമുക്കൊരു മാന്യതയില്ലേ? ആ പദവി നോക്കണ്ടേ? ഒരു സാധാരണക്കാരാണോ? എന്നാൾ ഒരാൾ തമാശ പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്ത് വളരെ ചെറുപ്പത്തിൽ ജഡ്ജിയായി, ഇപ്പോൾ അവിടെ റിട്ടയർ പോകുന്നു. അഭിപ്രായമൊന്നുമില്ല, നല്ല ആരോഗ്യ സുന്ദരൻ കോടീശ്വരൻ. പക്ഷെ പുള്ളിയുടെ എന്തറിയോ, കാറിൽ പുറകെ നിന്നിട്ട് ഒന്ന് ചിരിക്കാൻ പോലും പറ്റില്ല. കാരണം കാറിൽ പുറകെ ജഡ്ജിയാണ്, ഡ്രൈവറാണ് വണ്ടി ഓടിക്കുന്നത്. ഡ്രൈവർ ഇദ്ദേഹത്തിന് ചിരിച്ചാൽ ഡ്രൈവർ എന്ന് വിചാരിക്കും, ജഡ്ജിയാണോ. അതുകൊണ്ട് പുള്ളി ആ ചെറുപ്പത്തിൽ ജഡ്ജിയായ പേരിൽ ജീവിതത്തിൽ കുറച്ച് ആസ്വാദനം കുറഞ്ഞു പോയി. ജഡ്ജിയൊക്കെ ഞാൻ ഒറ്റപ്പെട്ടു. പിന്നെ അവരൊരു പ്രത്യേക ലൈനിലാണ്. അത് മനുഷ്യ ദൈവം എന്ന് വേണ്ടി പറയും ഈ ഭൗതിക ലോകത്ത്. അങ്ങനെയാണ് ജഡ്ജി, അത്ര റാങ്കുള്ളതാണ്. ആ ജഡ്ജിമാരൊക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കണം. ഈ താൽക്കാലിക പ്രസംഗം പോലെ ചെയ്യരുതെന്ന് പറയണം. മറ്റൊന്ന്, കോൺഗ്രസ് അവസരം കിട്ടിയത് ഇനിയെങ്കിലും അത് യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ നിൽക്കുവരായി. നന്ദി. ജയ് ഹിന്ദ്.